കോഴിക്കോട് ബീച്ചിന് സമീപം കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമമെന്ന പരാതി. ഇതര സംസ്ഥാന തൊഴിലാളികളായ 2 പേരെ തടഞ്ഞുവെച്ചു. പോലീസ് എത്തി ഇരുവരെയും കസ്റ്റഡിയിൽ എടുത്തു. വിശദാംശങ്ങളുമായി രാഹുൽ കെ വി ചേരുന്നു. രാഹുൽ, എങ്ങനെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ഉള്ള ശ്രമം ഉണ്ടായത്? ഇവരെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞതും എങ്ങനെയാണ്? മോത്തി, കോഴിക്കോട് പുതിയ കടവിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 7 വയസ്സുകാരനെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം ഉണ്ടായത്. അവർ പറയുന്നത്, കുട്ടികളും അതുപോലെ നാട്ടുകാരൊക്കെ പറയുന്നത് പ്രകാരം ചാക്കിൽ കയറ്റി കുട്ടിയെ കൊണ്ടുപോകാൻ ആയിരുന്നു ശ്രമം എന്നുള്ളതാണ്. തുടർന്ന് നാട്ടുകാരൊക്കെ ചേർന്ന് അവരെ തടഞ്ഞു വെക്കുകയും പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഇതര സംസ്ഥാനക്കാരാണ്, ഒരു സ്ത്രീയും പുരുഷനുമാണ് ഉള്ളത്. നാട്ടുകാർ നമ്മോടൊപ്പം ചേരും. ഒപ്പം കുട്ടികളുമുണ്ട്. ഇവരൊക്കെ ചേർന്നാണ് അവരെ തടഞ്ഞു വെച്ചത്. ഒപ്പം തന്നെ നമ്മുടെ കൂടെ ചെറിയൊരു കുട്ടിയുണ്ട്, 7 വയസ്സുകാരൻ. ഈ കുട്ടിയെയാണ് തട്ടിക്കൊണ്ടുപോകാനുള്ള ആ ശ്രമം നടത്തിയതും. മോനെ, എന്താണ് അവർ വന്നിട്ട് ചെയ്തത്? നമ്മളവിടെ കളിക്കാനു പുല്ലിട്ടെടുത്തത്. ഈ കുട്ടി ഇങ്ങനെ ഇതേപോലെ നിൽക്കുക നമ്മളടുത്ത്. അപ്പൊ ഈ കുട്ടീനെ ഇങ്ങനെ പിടിച്ചു പൊന്തിച്ച് ആ ചാക്കി കയറ്റാൻ നോക്കി. നമ്മളെ ഡി എന്ന് വിളിച്ചപ്പോ ആ കുട്ടീനെ അവിടെ ഇട്ടിട്ട് ഇവര് ഓടി. അവിടെ ഓടിയപ്പോ നമ്മള് വൈത്താലോടിട്ട് ആ ഗാന്ധറോഡ് വരെ ഓടി. അപ്പൊ ഇവര് ചാക്കൂതൊക്കെ അവിടെ ഇട്ടിട്ട് നമ്മളെ നല്ല തെറി വിളിക്കാം. എന്നിട്ട് ഓല് ആ ചാക്കൂത് എടുത്ത് ഓടി. ബീച്ചിന്റെ അവിടെ നമുക്ക് മനസ്സിലായപ്പോ നമ്മൾ ഇവിടുന്ന് ആളെ കൂട്ടി പോയിട്ട് ഓലെ പിടിച്ച്. ഇവര് നിങ്ങൾക്ക് ചേർന്നാണ് തടഞ്ഞു വെച്ചതല്ലേ? നമ്മള് ഒരു ബീച്ചിൽ നമ്മളതില്ലേ കമ്മിയിൽ അവിടെ നിന്ന് പോലീസുകാർ കണ്ടപ്പോൾ വണ്ടി പോയിട്ട് സംഗതി പറഞ്ഞു, വിവരം പറയുമ്പോൾ ആ പോലീസുകാർ അവിടെ നിന്ന് ഇറങ്ങി 2 പിടിച്ച് അങ്ങനെ ഒരു കൊണ്ട് ആള് വേദനാക്കിയിട്ടില്ല. അത് പോലീസിനെ ഏൽപ്പിക്കുന്ന വേണ്ട ജനങ്ങളൊന്നും ക്ലിയർ ആക്കേണ്ടി വരും. ഈ നാട്ടിൽ നിന്ന് ഈ ജനം തിങ്ങി താമസിക്കുന്നിടത്ത് ഓലിങ്ങനെ കൊണ്ടുപോകാന്ന് പറഞ്ഞാല് അതൊരു ധൈര്യം വേണ്ട. ഒരിക്കൽ ചാക്കിലിട്ട് കൊണ്ടുപോകാൻ നോക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണല്ലോ. നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യണമെന്നുള്ളത്. ചെറിയ കുട്ടികൾ അങ്ങനെ പിടിച്ച് ചാക്കിന് മടക്കിയിടാണ്, അങ്ങനെ പിടിച്ചിടാണ്. ആ രംഗത്താണ് ഈ മക്കള് കല്ലെടുത്തെറിയണേ. എറിഞ്ഞപ്പോ മക്കൾ പിന്നെ മക്കൾ അങ്ങനെ ഓടിച്ചാണ്. ഓടിച്ചിട്ട് പിന്നെ ഗാന്ധറോടും കഴിഞ്ഞ് അങ്ങനെ പോകുമ്പോഴാണ് പിന്നെ ബീച്ച് ഹോസ്പിറ്റൽ തെറുക്കി എത്തിയപ്പോഴാണ് പോലീസ് വണ്ടി എത്തുമ്പോൾ മക്കൾ ഓടിപ്പോയിട്ട് പറയണേ, സാറേ അത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് വണ്ടിന്ന് വലിയ ഇറങ്ങി വന്നിട്ട് 2 ആളുകളെ പിടിക്കണേ. ഒരു സ്ത്രീ, ഒരു ചങ്ങായുണ്ട്. ഒരു മലയാളം പറയുന്നുണ്ട്, മലയാളമല്ല സംഗതി. ഒരു ഒറീസ, കർണാടക എന്താ പറയുന്നില്ലേ. ശരിക്കും മലയാളം നല്ല കറക്റ്റ് പറയണ്ടല്ലേ. അതിന് നടപടി ഓലായിട്ട് നല്ല എടുക്കും ചെയ്യണം. ഓലെ പെട്ടെന്ന് വിടാൻ പാടില്ല. അതാ വേണ്ടി. രാഹുൽ, ഇവര് മറ്റെന്തെങ്കിലും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുകയോ അപായപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്ന സംഘത്തിലെ കണ്ണികൾ മാത്രമാണോ തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. പട്ടാപ്പകൽ ഇത്തരത്തിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് എങ്കിൽ സംഗതി സുരക്ഷിതമല്ല എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? എന്താ ചെയ്യാൻ പറ്റാ ചെയ്യാം. അത് നിങ്ങൾ ചെയ്യോ മൂർത്തി? അതായത് 2 പേരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടാണ് ഉള്ളത്. അവരോട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വരാണ്. ഈ 2 പേരെയും ഇതിന് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഇവരെ മാത്രല്ല, ഇതുപോലെ പല ആളുകളും ഇവിടെ വരുന്നുണ്ട്. അപ്പൊ നമ്മള് ഇനി ശ്രദ്ധിക്കുക, ഇങ്ങനെ ഇല്ലാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഉണ്ടാവരുത്, അത് നോക്കരുത്. അത് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. നമുക്ക് അത് ഇനി ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാവരുത്. ഒരു കുട്ടികൾക്കും ഇങ്ങനെ സംഭവം ഉണ്ടാവരുത്, അല്ലേ? അതല്ല നമ്മൾ ചെയ്യണ്ടേ. അത് നമ്മൾ ചെയ്യാ. നമുക്ക് വേണ്ടി മാക്സിമം നമ്മൾ അതിനെ ഒന്നൊരു പോലീസിന്റെ ഒരു എന്താ പറയാ, ഒരു പട്രോളിങ് നിർബന്ധം. ശരി, രാഹുൽ കോഴിക്കോടാണ്. ഈ സംഭവം പട്ടാപ്പകൽ 7 വയസ്സുകാരനായ കുട്ടിയെ ചാക്കിൽ കയറ്റി കൊണ്ടുപോകാനുള്ള ശ്രമമാണ് കുട്ടികളുടെ സമയോചിതമായ ഇടപെടലിലൂടെ തടയാൻ കഴിഞ്ഞത്. അവർ പിന്തുടർന്ന് പോവുകയും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അവർ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെയായിരുന്നു ചെയ്തത്.